എന്താ മോനെ ഒരു മുന്നറിയിപ്പില്ലാതെ? ഇല്ല, എനിക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് വരേണ്ടി വന്നു. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ചായ കാപ്പി? ഫുഡ് എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനോ? വേണ്ട, ഞാൻ വരുമ്പോ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡ് ഇപ്പൊ വരും. എന്നടാ നാൻസിയും പിള്ളേരൊന്നും വന്നില്ലേ? അവിടെ സ്കൂളെല്ലാം തുറന്നല്ല അപ്പച്ച. ഓ ഓ, അതാ അവര് വരാതെ. ഓ ആവട്ടെ. അപ്പച്ച, അമ്മച്ചി മരിച്ചപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അമ്മച്ചിയുടെ ഷവടക്കൊക്കെ ഞാൻ ഓൺലൈൻ വഴി ചെയ്തിരുന്നല്ലോ. പിന്നെ ഞാൻ വന്നത് ഈ വലിയ വീട്ടില് അപ്പച്ചൻ ഒറ്റയ്ക്ക്, അതുകൊണ്ട് ഈ വീട് ഞാൻ ഓൺലൈൻ വഴി വിറ്റു. അപ്പച്ചനൊന്നും എൻ്റെ പേരിൽ എഴുതി തന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ഈസിയായി. അപ്പച്ചന്റെ കാര്യം ഞാൻ ഇവിടെ അഭയാഭവനിൽ റെഡിയാക്കി. ഓ അപ്പച്ച ടെൻഷൻ അടിക്കുന്നു വേണ്ട. അഭയാഭവൻ എന്ന് പറഞ്ഞാൽ പ്രായമായവർ നോക്കുന്ന ഏറ്റവും നല്ല സ്ഥലമല്ലേ. അവിടെ ഒരു കുറവും ഉണ്ടാവില്ല അപ്പച്ചൻ. ശരി, ഇഷ്ടംപോലെ ആവട്ടെ. അപ്പൊ നാളെ നല്ല ദിവസമാണ് അവർക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കുന്നത്. ഓ, അപ്പൊ ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് മാറണം അപ്പച്ച. പറയേക്കാം. പോയിട്ട് വാ. ഞാൻ പോട്ടെ അപ്പച്ച, ഫ്ലൈറ്റിന് സമയം. ആ ഹലോ ഹലോ ഇച്ചായ, ഞാൻ ഇച്ചായനെ കുറെ വിളിച്ചു, കിട്ടിയില്ല. അതെ അതെ, ഞാൻ ഫ്ലൈറ്റിലായിരുന്നു. അതെ ഇച്ചായ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്ത്? അതെ, അപ്പച്ചൻ മരിച്ചു. അയ്യോ, എപ്പോ? കുഴപ്പമില്ല, അപ്പച്ചന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ ശരിയാക്കിയിട്ടുണ്ട്, ശവടക്കും മറ്റും. ആ പിന്നെ ഇച്ചായ വരുമ്പോ ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്യണേ. അപ്പച്ചൻ ഇവിടെ ഒരു കുറവുണ്ടാവില്ല. നല്ല സുഹൃത്തുക്കള്, നല്ല ഫുഡ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു. ഇനി അപ്പച്ചൻ എന്തെങ്കിലും നല്ല ഡ്രസ്സോ കഴിക്കാൻ ആഗ്രഹമില്ല, എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ ഇവരോട് പറഞ്ഞ് അവരെന്നെ വിളിക്കും, ഞാനത് ഓൺലൈനിൽ എത്തിച്ചേരും. ഓക്കെ അപ്പച്ചൻ? മോനെ, ഈ അപ്പച്ചനെ അമ്മച്ചൊക്കെ ഓൺലൈനിൽ കിട്ടൂടാ.